കൂടുതൽ ആളുകൾ ഇപ്പോൾ ലീഗ് ഇപ്പോൾ ഇത് വളരെ സമയബന്ധിതമായി ചെയ്യുന്നു. ഏറ്റവും ആദ്യമായിട്ട് വീട് കൈമാറുന്നത്, ഇത്രയും മനോഹരമായ വീടുകൾ ഇത്രയും പൂർണ്ണ സ്വഭാവത്തിൽ കൈമാറുന്നത് ആദ്യമായിട്ട് ലീഗാണ്. സർക്കാരിൻ്റെ പോലെയും പ്രോജക്റ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം, ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും. കൂടുതൽ ആളുകൾ ലീഗിനെ ഇപ്പോൾ സമീപിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിൽ പങ്കാളികളാവാൻ താല്പര്യമുണ്ട്, പണം തരാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗതികൾ കൊണ്ട് സഹായിക്കാനും പങ്കാളിത്തം വഹിക്കാനും താല്പര്യമുണ്ട് എന്ന മട്ടിൽ വേറെ ആളുകൾ ഇപ്പോഴും സമീപിക്കുന്നുണ്ടോ? സമീപിക്കണം. നമ്മളിപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ 105 വീട് ഉണ്ടാക്കുള്ളൂ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് പുതുതായി ആളുകൾക്ക് വീട് നിർമ്മിച്ച് കൊടുക്കാനോ അതിൻ്റെ സ്ഥലം കണ്ടെത്താനോ നമുക്ക് സാധിക്കില്ല. നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്. ആ 105 ആളുകൾക്കുള്ള ഭവനത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. പല ആളുകളും സഹായിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യങ്ങൾ ഏറ്റെടുത്താൽ നമുക്ക് ഒരു പ്രൊജക്റ്റിന് ഒരു ഇതുണ്ടല്ലോ, ആ പ്രൊജക്റ്റ് അനുസരിച്ച് മുന്നോട്ട് പോകാനേ നമുക്ക് സാധിക്കുള്ളൂ. ഇതിൻ്റെ ഈ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് പരിമിതമായ ഫണ്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടിയത്. സർക്കാരിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. 700 കോടി റുപ്യ ഉണ്ട്. 368 കോടി റുപ്യ ഒരാളുകളിൽ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ലല്ലോ. ശരി, പക്ഷേ ഇതിൻ്റെ കൂടെ ആകെ 36 കോടി റുപ്യാണ് കിട്ടിയത്. ഓക്കെ, നിങ്ങളുടെ ഫണ്ട് ഈ 105 വീടുകൾക്ക് നിങ്ങൾ പക്കയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അധികമായി ഫണ്ട് വിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, ഞങ്ങൾക്ക് കുറച്ച് ഫണ്ടിൻ്റെ ഷോർട്ട് ഉണ്ട്. ഒരു 15 കോടി റുപ്യേൻ്റെ ഷോർട്ട് ഉണ്ട്. അത് ഞങ്ങൾ പാർട്ടി നേതൃത്വം, പാർട്ടിയും തങ്ങളും കുഞ്ഞാഴ്ച സാഹിബും ഒക്കെ അത് പാർട്ടിയും കൂടിയിട്ട് ഞങ്ങൾ അതിനുള്ള ഫണ്ടും സോഴ്സുകളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. ആ ഫണ്ട് ഞങ്ങളുടെ വീട് വഴിക്ക് ഒരു തടസ്സമാവില്ല. അതെല്ലാം ആവശ്യത്തിന് ഫണ്ട് വെച്ച് സമയബന്ധിതമായി ഞങ്ങൾ പറഞ്ഞ വാക്ക് പാർട്ടി പാലിക്കും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. ആ വിശ്വാസമാണ് ഞങ്ങൾക്ക് പൊതുസമൂഹത്തിലുള്ളത്. അല്ല, ബാക്കി വീടുകളെ നിങ്ങൾ കാണുന്ന ഒരു സമയം എപ്പോഴാണ് MLA? ഏത് സമയത്തേക്ക് ഇത് കൈമാറാൻ കഴിയുന്നതാണ് ബാക്കി വീടുകൾ? നമ്മളൊരു ജൂൺ 15 ആകുമ്പോൾ 25 വീടിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കും. ബാക്കി ഒരു 3 മാസം കൊണ്ട് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ആകുമ്പോഴേക്കും ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം കൂടി പൂർത്തീകരിച്ച് കൊടുക്കും. അപ്പോഴേക്കും ഞങ്ങൾ സെപ്റ്റംബർ 1 തീയതിയാണ് ഞങ്ങൾ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ മെയ് മാസം കഴിഞ്ഞാൽ വയനാട്ടിൽ മഴയും കാര്യങ്ങളും ഉണ്ടാവും, കാലാവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഞങ്ങളെല്ലാ കാര്യങ്ങളും ഗുണഭോക്താക്കളോട് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ 100% സംതൃപ്തിയാണ്. അവർക്ക് നമ്മളെ 100% വിശ്വാസവും മതിപ്പുണ്ട്. ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാർട്ടി ആ ദൗത്യങ്ങളൊക്കെ പൂർത്തീകരിക്കും. ശരി, താങ്ക് യു CPK ബഷീർ. ഈ വയനാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ ഈ ടൗൺഷിപ്പ് പ്രോജക്റ്റിൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ആൾ കൂടിയാണ്. ഏറനാട് MLA PK ബഷീർ, മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് കൂടിയാണ്. അദ്ദേഹം സന്തോഷവും ചരിതാർത്ഥ്യവും പങ്കുവയ്ക്കുകയാണ്. അവരുടെ 36 കോടി രൂപയാണ് ലീഗ് ആകെ പിരിച്ചെടുത്തത്. ആ ഫണ്ടിൽ പങ്കാളികളായ എല്ലാവരോടുമുള്ള നന്ദി ലീഗ് രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 15 കോടിയോളം രൂപയുടെ ഒരു കുറവുണ്ട് 105 വീടുകൾ ആകെ ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റിൽ. അത് പക്ഷേ ലീഗ് മാനേജ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെയും ആളുകൾ സഹായിക്കാമെന്ന് പറഞ്ഞ് വരുന്നുണ്ടെങ്കിലും പുതിയൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാൻ അവർക്ക് പ്രയാസമുണ്ട് എന്നാണ്. താങ്ക് യു PK ബഷീർ.